ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ചാനൽ ഇടുന്നത്. കയറി കണ്ടു വെക്കുക. അപ്പൊ എന്റെ റുട്ടീൻ ഒന്ന് കണ്ടാലോ. മോർണിംഗ് സ്കിൻ കെയറിൽ ഫസ്റ്റ് റൊട്ടീൻ എന്ന് വെച്ചാൽ ഫേസ് വാഷിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ എന്റേത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ മോർണിംഗിൽ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷാണ് ഇടുന്നത്. അതെന്റെ സ്കിൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇൻ കേസ് എനിക്കൊന്നും തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ജസ്റ്റ് വാട്ടർ വെച്ച് മാത്രം വാഷ് ചെയ്യും. ഓയിൽനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഡെർമക്കോടെ 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ്. എന്തുകൊണ്ട് 1% എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗും നൈറ്റും ഇപ്പൊ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 2%ലോട്ട് പോകാറ്, ഞാനിപ്പോൾ 1%ൽ നിൽക്കാറാണ് പതിവ് ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട്. അപ്പൊ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹാൻഡ് നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം നിങ്ങളൊരു എന്താ പറയുന്ന കുറച്ച് വെള്ളം എടുത്തിട്ട് ഫേസ് ഒന്ന് വെറ്റ് ആക്കുക. എന്നിട്ട് ഒരു എന്താ ഇത്ര എമൗണ്ട് ഫേസ് വാഷ് ഇട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യാം. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്ക് ടീ സോണിലാണ് കൂടുതലായിട്ട് ഒരു ഓയിൽനെസ് തോന്നിക്കുന്നത്. ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ ഫേസ് വാഷ് അപ്ലൈ ചെയ്യും. മറ്റുള്ള ഭാഗത്ത് ഞാൻ അധികം കൊടുക്കാറില്ല. എന്നിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ വെള്ളം കൊണ്ട് കഴിയുമ്പോഴായിരിക്കും ഞാൻ മറ്റുള്ള ഭാഗങ്ങളിലോട്ട് കൂടുതലായിട്ട് ഫേസ് വാഷ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ മെയിൻലി രണ്ട് രീതിയിലാണ് എന്റെ ഫേസ് ഡ്രൈ ചെയ്യാറുള്ളത്. ഒന്നുകിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും എയർ ഡ്രൈ ചെയ്യാനായിട്ട്, അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോലെ അങ്ങനെ വെയിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് എയർ ഡ്രൈ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ക്ലീൻ ടവൽ ഇട്ടിട്ട് ഫേസ് ക്ലീൻ ചെയ്യും. അപ്പൊ ഡിപ്പെൻസ് ആണ്. ഇപ്പം ചിലപ്പോൾ നമ്മൾ ക്ലീൻ ടവൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടിഷ്യൂ പേപ്പർ എടുക്കും പെട്ടെന്നൊരു ആവശ്യത്തിന്. കൂടുതൽ ഞാൻ ടിഷ്യൂ പേപ്പർ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഞാൻ എല്ലാ ദിവസവും ഇത് വാഷ് ചെയ്യും. കാരണം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും ടവൽ വാഷ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ വാഷ് ചെയ്യാത്ത ദിവസം ഞാൻ പേപ്പർ ടവൽ യൂസ് ചെയ്യും. പിന്നെ അല്ലാത്ത ദിവസം കൂടുതൽ ലൈക്ക് ഒരു 60% ഓഫ് ടൈം ഞാൻ എയർ ഡ്രൈ ചെയ്യാറാണ് പതിവ്. സമയം തീരെ ഇല്ല, താമസിച്ച് എണീക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്നെ കളിച്ചിരിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ടിഷ്യൂ പേപ്പർ ടവൽ ഇട്ടിട്ട് ഫേസ് ഉണക്കാറാണ് പതിവ്. ഇപ്പൊ ഞാൻ എന്തായാലും എയർ ഡ്രൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചേക്കാം. അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട കോസ്റെക്സിന്റെ 6 പെപ്റ്റൈഡ് സിറംസ്. ഇത് സിറം ആണെങ്കിലും ഇത് എനിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റഡ് ആണ്, അതുകൊണ്ട് ഞാനൊരു ടോണർ പോലെയാണ് യൂസ് ചെയ്യുന്നത്. അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതെടുക്കുക, ജനറസ് എമൗണ്ട് എടുക്കുക, 2 to 3 പംപ്സ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഒന്ന് ഡാബ് ചെയ്ത് വിടുക. മസാജ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് വിട്ടാൽ മതിയേ. എന്നിട്ട് ഡ്രൈ ആക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ആംപ്യൂൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആംപ്യൂൾ ആണ്. ഇത് സെന്റലയുടെ ടോൺ ബ്രൈറ്റനിങ് ക്യാപ്സ്യൂൾ ആംപ്യൂൾ. ഇത് നമ്മുടെ സ്കിൻ പ്യൂർ സെന്റലയാണ് ഉണ്ടാക്കുന്ന. ഇത് എനിക്ക് ഒന്ന് സ്കിൻ ബ്രൈറ്റനപ്പ് ആക്കാനായിട്ടും സ്കിന്നെ ഒന്ന് ഈവൻ ടോൺ മാത്രമല്ല, എന്തായിരുന്നു നമുക്ക് ഓപ്പൺ പോസിന്റെ ഒക്കെ അപ്പിയറൻസ് ചെറുതായിട്ടൊന്ന് കുറച്ചോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓൾറെഡി എനിക്ക് പിന്നെ ഇത് മാത്രമല്ല, വേറെ ഒരെണ്ണം ഫോക്സ്റ്റൈലിന്റെ ഒരു നിയാസിനമൈഡും കൂടി യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടും കൂടി യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു സ്കിന്റെ ടെക്സ്ചർ ഇല്ലേ അത് മാറ്റാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. ഇനി ഇതൊന്നും നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ആക്ച്വലി 3 ആംപ്യൂൾസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും 3 ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എടുക്കണം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത ആക്സ്ഫേർഡ് ഈ ഒരു ആംപ്യൂൾ ആണ്. ഇത് ബാരിയർ റിപ്പയർ സ്ട്രോക്ക് ആംപ്യൂൾ ആണ്. അറ്റിക്കോ സ്റ്റോക്ക് ഇന്റൻസീവ് സ്കിൻ ബാരിയർ ആംപ്യൂൾ ആണ്. ഇത് ആക്ച്വലി ഫസ്റ്റ് ലൈഫിൽ ആദ്യമായിട്ട് യൂസ് ചെയ്ത ആംപ്യൂൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇത്. പക്ഷെ ഇത് തീർന്നുകൊണ്ടും പിന്നെ ഇത് അത്യാവശ്യം വൈറലായി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം ട്രൈ ചെയ്യാനുള്ളതാണ് ഞാൻ 2 കുഞ്ഞു ബോട്ടിൽ വാങ്ങിച്ചത്. എനിക്കിത് രണ്ടും റിസൾട്ട് വന്നു. അപ്പൊ ഇനി ഇതിനകത്ത് ഏത് വാങ്ങിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പം ഇതെന്താണ് ഞാൻ റീഓർഡർ ചെയ്തു. മേ ബി ഇത് രണ്ടും കുഞ്ഞു ബോട്ടിൽ ഞാൻ ഇത് റീഓർഡർ ചെയ്യും, അറിയത്തില്ല. കാരണം ഞാൻ 3 ടൈപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഞ്ഞു ബോട്ടിലിന്റെ ആവശ്യമുള്ള, അതുകൊണ്ട് ഞാൻ ചെറിയ ബോട്ടിൽ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ 3 ആംപ്യൂളാണ് ഇത് കറന്റ് ഉള്ളത്. ഇത് നമ്മുടെ സ്കിൻ ബാരിയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടും ഇത് നിങ്ങളുടെ ഫേസിൽ ചെറിയ ബംസ് ഒക്കെ ഇല്ലേ അത് മാറ്റാനായിട്ടും ഇത് നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റപ്പ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് ഈ 3 ആംപ്യൂളിന്റെ ഉപയോഗം. ഞാൻ മോർണിംഗിൽ ചിലപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നൈറ്റിൽ ഇത് യൂസ് ചെയ്യും. ചില ദിവസം ഞാൻ ഈ 2 ആംപ്യൂൾ ഒരുമിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഇതുവരെ 3 ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ എനിക്ക് തീരെ ഇപ്പൊ കെമിക്കൽ പീലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ദിവസങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഒരു ആംപ്യൂളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ തീർന്നുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല ഇപ്പൊ 2 ആഴ്ചയായിട്ട്. അതിന് മുന്നേ അവർ ഇതായിരുന്നു എന്റെ കെമിക്കൽ പീലിന്റെ റൊട്ടീനിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
ഇപ്പോൾ കറന്റ് ഇത് രണ്ടുമാണ് എന്റെ സ്കിൻ കെയർ റൊട്ടീനിലുള്ള ആംബ്യൂൾസും സിറംസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിറത്തിനേക്കാളും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ആംബ്യൂൾസ്, എന്നാൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും ആയിരിക്കും, ഈസിലി അബ്സോർബിൾ ആണ്, നമുക്ക് അധികം സ്കിൻ ഇറിറ്റേഷൻസോ ഒന്നും തരാമുള്ള. നമുക്ക് സിറം യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസ് ഒക്കെ ചില ആൾക്കാർക്ക് വരത്തില്ലേ, അതൊന്നും ആംബ്യൂൾസ് യൂസ് ചെയ്യുമ്പോൾ വരില്ല, ആസ് ലോങ് ആസ് നിങ്ങൾ ഇതിനകത്തുള്ള പ്രൊഡക്റ്റുമായിട്ട് അലർജിക്ക് അല്ല എന്നുണ്ടെങ്കിൽ. അടുത്ത പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വിറ്റാമിൻ സി സിറം, വിഷ് കെയറിന്റെ വിറ്റാമിൻ സി സിറം. ഇതല്ലാണ്ട് ഞാൻ ഒരു വിറ്റാമിൻ സി സിറം കൂടി യൂസ് ചെയ്യാറുണ്ട്, കോസറെക്സിൻ്റെത്. അത് ഞാൻ കൂടുതൽ നൈറ്റിലാണ് യൂസ് ചെയ്യുന്നത്, കാരണം അത് 20% എബോ ഉള്ളതാണ്. അത് ഞാൻ കൂടുതൽ നൈറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനിൽ കാണിച്ചു തരാം. സോ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇത് ഇത്ര യൂസ് ചെയ്തപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് ചെറിയതായിട്ട് സ്കിൻ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയല്ലോ, അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. ഇത് ഒന്നുകിൽ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് ഈ നോബ് ഫേസ് തട്ടാതെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു സിറത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 10% വിറ്റാമിൻ സിയും കോജിക് ആസിഡും നാസിനമൈഡും ഉണ്ട്. നിങ്ങൾക്ക് ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യും, സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും വരാമുള്ള. ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിലുള്ളതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള, ഇന്ത്യൻ മാർക്കറ്റിലുള്ളതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ സി സിറമാണ് ഇത്. ഇതും നമ്മുടെ ക്ലെയറിന്റെ വിറ്റാമിൻ സി ഇല്ലേ, അതിനെ എക്സാക്ട്ലി നിൽക്കുന്നതാണ്. നമ്മൾ വിറ്റാമിൻ സി ആ ഒരു വീഡിയോ ഇല്ല, അതിനകത്ത് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണാൻ മറക്കല്ലേ. സോ യാ, വിഷ് കെയറിന്റെ വിറ്റാമിൻ സി സിറം ഇത് ആക്ച്വലി വർക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഭാഗ്യത്തിന് എനിക്കൊരു ബോട്ടിൽ അന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവര്. വിഷ് കെയർ ഒരു പ്രൊഡക്റ്റ് വന്നപ്പോൾ അവരൊരു PR ബോക്സ് അയച്ചു തന്നപ്പോഴത്തേക്ക് അതിന്റെ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പേടിയായിരുന്നു ട്രൈ ചെയ്യാൻ, കാരണം നമ്മൾ അങ്ങനെ ട്രൈ നോക്കിയിട്ടില്ല. പക്ഷെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇത് ലോഞ്ചിന് എനിക്ക് കിട്ടി, പൊളി സാധനമായിരുന്നു. ഇപ്പം ഇതിന്റെ 4ാമത്തെ ബോട്ടിൽ എന്തോ ആണ്. 4 ബോട്ടിൽ എങ്ങനെ യൂസ് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ വേറെ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ഹസ്ബൻഡും അടി ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന സാധനം, റീസ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ആണ് വീണ്ടും ഒരു പെപ്റ്റൈഡ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ റെറ്റിനോൾസ് യൂസ് ചെയ്യല് ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറച്ചിട്ടുണ്ട്, ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെപ്റ്റൈഡ്സ് എന്റെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം ആന്റി ഏജിങ് പ്രോസസ്സിന്. സോ 25 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ, സോ എന്തായാലും റെറ്റിനോൾ നമുക്ക് വേണം. അതുകൊണ്ട് റെറ്റിനോൾ വേണം, അതെനിക്ക് യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പെപ്റ്റൈഡ്സിലോട്ട് അധികം കോൺസെൻട്രേറ്റ് ചെയ്തു. ഇതാണ് ഓർഡിനറിയുടെ ആർഗലൈൻ സൊല്യൂഷൻ. ഇത് ബോട്ടോക്സിന്റെ ബോട്ടിൽ എന്ന് പറയും, എന്ന് വെച്ചാൽ ഇത് നമ്മൾ ബോട്ടോക്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ അതുപോലത്തെ ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. പക്ഷെ ഇതിന് നമ്മുടെ മസിൽസിനെ ചെറുതായിട്ട് പാരലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചിട്ട് പാരലൈസ് ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ആ ഫൈൻ ലൈൻസ് റിങ്കിൾസിലേക്ക് ഒന്ന് കുറച്ചെടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെങ്കിലും ലോങ് പീരീഡിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് വിസിബിലി, ലൈക്ക് ഇതൊരു പിന്നെ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കാണുന്നതുകൊണ്ട് നിൽക്കണമെങ്കിൽ കുറേ നാൾ നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ് എനിക്ക് ഉണ്ട് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞു 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 വരകൾ വരുമായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറഞ്ഞു ഞാൻ പറയില്ല, പക്ഷെ ഡെഫിനറ്റ്ലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നോർമലി ഫേസിൽ ഈ ഒരു പിപ്പറ്റിന്റെ ഈ തട്ടാതെ ഇടാറാണ് പതിവ്, പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നോണ്ട് ഞാൻ കയ്യിലെടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. 3 ഡ്രോപ്സ് എടുക്കും. ഇത് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആട്ടോ. ഞാനിത് കൂടുതൽ ഫോർഹെഡ്സിലെ കണ്ണിന്റെ ഇവിടെ ഈ ഒരു മൗത്തിന്റെ ഇത്രയും ഭാഗത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കാരണം അവിടേക്കാണല്ലോ നമുക്ക് കൂടുതൽ റിങ്കിൾസ് വരുന്നത്. ഇത്രയും ഭാഗങ്ങൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇവിടോട്ടും പിന്നെ കഴുത്തിലോട്ടും കൊടുക്കും. ഞാൻ വേറെ അണ്ടർ ഐ ക്രീംസ് ഒന്നും യൂസ് ചെയ്യാറില്ല, കാരണം എന്റെ അണ്ടറിൽ അധികം എനിക്ക് ഡാർക്ക്നെസ് വരുന്നെങ്കിൽ ഞാൻ ഉറങ്ങാതിരിക്കുന്നുണ്ടൊക്കെ ആയിരിക്കും, അങ്ങനെ എനിക്ക് ഡാർക്ക്നെസ് വരാറില്ല. സോ ക്ഷീണം ഉണ്ടെങ്കിൽ വരും, അല്ലാണ്ട് ഒരു പിഗ്മെന്റേഷൻ കാണാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സിറംസ് തന്നെയാണ് ഞാൻ അണ്ടർ ഐ ഏരിയാസിൽ യൂസ് ചെയ്യാറുള്ളത്. സോ അടുത്തതാണ് ആക്സ്ഫൈഡ് ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സിറം. ഇത് ഇപ്പൊ ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ ഇതിന്റെ 2ാമത്തെ ബോക്സ് ആണ്, 3ാമത്തെ ഞാൻ ലിറ്ററലി റീസ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു. സോ 4ാമത്തെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതിന്റെ കൂടാതെ ഞാൻ ഡാർക്ക് സ്പോട്ടിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ആക്സ്ഫൈഡ് എന്തായിരുന്നു
ട്രാൻഎക്സാമിക് ആസിഡ് അതെനിക്ക് നല്ല റിസൾട്ട് കിട്ടി. പക്ഷെ എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ കിട്ടില്ല. പക്ഷെ എന്നാലും ഫോക്സ്ടെയിലിന്റെ ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഷോർട്സിലൊക്കെ. ഒന്നുകൂടെ കാണിച്ചു തരാവേ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ തിരിച്ച് ഇതിനകത്തോട്ട് വന്നെന്ന് വെച്ചാൽ 2 റീസൺ ഉണ്ട്. ഇതിപ്പോ സമ്മർ സീസൺ അല്ല, അപ്പൊ എനിക്ക് ഒരുപാട് സിറംസ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ തന്നെ ഞാൻ ലൈക്ക് ഒരു ടോണറും ഒരു എസൻസും 2 സിറം ഇപ്പൊ തന്നെ 4 സാധനം. അപ്പൊ എനിക്ക് ഓവറായിട്ട് ഇപ്പൊ തന്നെ ഓവറാണെന്ന് എനിക്ക് ചില സമയത്ത് ഹെവിനെസ് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഇതിനകത്ത് പലതും ചില സമയത്ത് കുറയ്ക്കാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഫോക്സെലിന്റെ യൂസ് ചെയ്യാൻ 2 പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഫോക്സെലിന്റെ നയാസിനമൈഡും അതുപോലെ തന്നെ അവരുടെ ട്രാൻഎക്സാമിക് ആസിഡും. എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. മാത്രമല്ല അത് രണ്ടും കുറച്ച് തിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യും ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. ഓയിലി സ്കിൻകാർക്ക് നല്ലതാണ്, പക്ഷെ ഇപ്പൊ ഇത്തിരി നമ്മൾ 2-3 പ്രൊഡക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇനി കുറച്ച് തിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അത് 2 പ്രൊഡക്റ്റ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരൊറ്റ സാധനത്തിലോട്ട് വരാം. ഇതിനകത്ത് 5% നയാസിനമൈഡ് ഉണ്ട്. അതുപോലെ തന്നെ അതെനിക്ക് ഡെഫിനറ്റ്ലി എന്റെ ഓപ്പൺ പോസിന് ഇപ്പൊ ആ 12 യൂസ് ചെയ്ത് സ്കിൻ ഒന്ന് സെറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഈ 5% മതി. മാത്രമല്ല ഇതിനകത്ത് സ്ക്വാളീനും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പോസ്റ്റിന്റെ അപ്പിയറൻസിനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡാർക്ക് സ്പോട്ട്സിനെ കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പെട്ടെന്ന് ഡാർക്ക് സ്പോട്ട് വരുന്ന ഒരാളാണ്. എനിക്കിപ്പോ ഇന്ന് സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ എന്റെ ഡാർക്ക് സ്പോട്ട് നാളെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഇന്റൻസിറ്റി കൂടും. എന്തുകൊണ്ടാണ് കുഞ്ഞിനെ തന്നെ എനിക്ക് ഇവിടെ ടീനേജ് ആയിരിക്കുമ്പോൾ തന്നെ ആ ഫ്രിക്കിൾസില്ല അത് വരുന്ന ആളായതുകൊണ്ട് അത് ഇപ്പോഴും എന്റെ പിഗ്മെന്റേഷൻ ഓൾറെഡി ഫേസിലുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു കറക്റ്റിംഗ് സിറം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് ഞാൻ 2 സ്കിപ്പ് ചെയ്തിട്ട് 1 യൂസ് ചെയ്തതാണ്. ഇത് രണ്ടിനും പകരമാണ് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് കുറച്ച് തിക്നെസ് ഉണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ് ഇതിനുണ്ട്. അപ്പൊ അതിന്റെ കൂടെ പിന്നെ ഞാൻ ഇതിന്റെ ഒരു കുറച്ച് തിക്നെസ്സും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാലോ സ്കിൻ അത്യാവശ്യം ഹെവിയാവും ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോഴേ. പിന്നെ ഈ മറ്റുള്ള സിറമും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ഹെവിനെസ് ഫീൽ ചെയ്യും. അപ്പൊ ഈ 2 സ്കിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇത് 1 യൂസ് ചെയ്യാറില്ലാണ് പതിവ്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ സാധനം എനിക്ക് കുറയ്ക്കേണ്ടി വന്നാൽ ഇത് മാറ്റിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് പോകും. ചിലപ്പോൾ സമ്മർ സീസൺ കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് പോകും. പക്ഷെ എന്നാലും ഇത് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് എനിക്ക് വേറെ ഒന്നും ഇത് യൂസ് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതെന്റെ എപ്പോഴും നമ്മൾ വീട്ടിൽ പോകുന്ന ഒരു ഫീലാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് തിരിച്ച് എപ്പോഴും വരുന്നത്. അടുത്തതാണ് മോയിസ്ചറൈസർ. എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ അരോമാറ്റിക്കയുടെ അലോവേര ഓയിലും പിന്നെ ഒന്ന് ഫോക്സ്ടെയിലിൻ്റെതും. ഇത് രണ്ടും ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. ഇത് അരോമാറ്റിക്ക എനിക്കിപ്പോൾ റീസെന്റ് PR കിട്ടിയതാണ്, അവർ അയച്ചു തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അല്ലാണ്ട് ഞാൻ ഇത്രയും വില കൊടുത്തൊരു അലോവേര ജെൽ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ വാങ്ങിക്കുമെന്ന് വെച്ചാൽ വാങ്ങിക്കൂലായിരുന്നു സത്യം പറയാലോ. പക്ഷെ ഇത് യൂസ് ചെയ്ത ശേഷം ഞാൻ വാങ്ങിക്കും. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഇപ്പൊ ഞാൻ വോവിന്റെ മമാർത്തിന്റെ ഒരുപാട് അലോവേര ജെൽസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. മെയിൻ ആയിട്ട് ഇപ്പൊ കുറെ കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വവും മമാർത്തും ആയിരുന്നു. അപ്പൊ ആ അലോവേരയെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു അലോവേര ജെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇതെന്റെ ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊക്കെ നമുക്കൊരു സ്കിൻ കാമിങ് എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ ഈ ഒരു അലോവേര ജെൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫോക്സ്ടെയിലിന്റെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോയിസ്ചറൈസർ ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോയിസ്ചറൈസർ ഫോക്സ്ടെയിലാണ്. കാരണം എനിക്ക് നല്ല ഹൈഡ്രേഷൻ വേണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോക്സ്ടെയിലിന്റെ മോയിസ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതും 2 പേര് യൂസ് ചെയ്ത മോയിസ്ചറൈസർ ആട്ടോ. ഞാനും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും. പുള്ളിക്കാരൻ ഞാൻ ഒരു സ്പാച്ചിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്പാച്ചിൽ ഇപ്പൊ കാണാത്തവരുടെ കൈട്ടത് നോർമലി കൈയിടാറില്ല കേട്ടോ. സോ മോയിസ്ചറൈസർ ഇട്ടു. ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും ഈവൻ നോർമൽ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയിസ്ചറൈസറാണ്. ഞാൻ ഇത്രയും ലൈറ്റ് വെയിറ്റ് എടുക്കുന്നത് ഓൾറെഡി ഇത്രയും സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഇനി ഒരു ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസർ അത്യാവശ്യം ഹൈഡ്രേഷന് വേണ്ടി അല്ലെങ്കിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മോയിസ്ചറൈസർ മതി. അടുത്ത ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സൺസ്ക്രീൻ. ഞാൻ കറന്റ് ഈ 2 സൺസ്ക്രീനിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കോസ്റെക്സിന്റെ സൺസ്ക്രീൻ ഉണ്ട്. അത് കോസ്റെക്സിന്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പുറത്ത് പോവാണ് ഭയങ്കര ഇന്റൻസ് ആയിട്ട് സൺ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ കോസ്റെക്സ് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ദിവസം ഇതിന്റെ ടോപ്പിൽ കോസ്റെക്സ് കവർ ചെയ്യാറുണ്ട്. ഒരു ഡബിൾ ലിപ്പ് പ്രൊട്ടക്ഷൻ ഇപ്പോഴത്തെ സമ്മറിൽ ആവശ്യമാണ്. കാരണം നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരത്തില്ല. അപ്പൊ ഞാൻ 2 സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിനാണ് നമ്മൾ സൺസ്ക്രീൻ ലെയറിംഗ് എന്ന് പറയുന്നത്. ഞാൻ പണ്ട് ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ ഇത് രണ്ടും ഇന്ത്യൻ മാർക്കറ്റിലുള്ള എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ലെയറിംഗ് പ്രൊഡക്ട്സ് ആണ്. ഇത് പിന്നെ അറിയാലോ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. ഞാൻ
എപ്പോഴും പറയുന്നതാണ്, ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒലിച്ചു പോകും എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി. ഓയിലി ആഗ്നെ പ്രോൺ സ്കിൻകാരി സൺസ്ക്രീൻ ഹെവി ആയിട്ട് തോന്നുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് കണ്ണാടി വേണം. ഞാൻ ഓടിപ്പോ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാവേ. സൺസ്ക്രീൻ ഇട്ടു. അടുത്തതാണ് ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീൻ. എപ്പോഴും ഓർക്കുക, സൺസ്ക്രീൻ ഡബിൾ ലെയറിൽ 2 ഫിംഗർ റൂൾസിൽ വേണം അപ്ലൈ ചെയ്യാൻ. 3 ഫിംഗർ റൂൾ ആയാലും കുഴപ്പമൊന്നുമില്ല, ഡിപ്പെൻസ് ഇഷ്ടമുള്ള പോലെ. ഞാനിപ്പോൾ 2 ഫിംഗർ എടുത്തിട്ടുള്ള കാരണം ഞാൻ ലെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇത് ഏത് ഷെയ്ഡ് എന്ന് വെച്ചാൽ 1 പോസ്ലീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ ഇട്ടു, ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്കൊരു പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ഒന്നും ഇടാൻ താല്പര്യമില്ല, എന്നാൽ നോ മേക്കപ്പ് ലുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് പോവാം. ഞാൻ എപ്പോഴും രണ്ടും കൂടി യൂസ് ചെയ്യും. എക്സ്ട്രാ പ്രൊട്ടക്ഷൻ മാത്രമല്ല, പുറത്ത് പോകുമ്പോൾ ഞാൻ അധികം ഫൗണ്ടേഷൻ ഒന്നും ഇടാത്ത ആളാണ്. സോ ഞാൻ ഇത് രണ്ടും കൂടി ലെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രമേ യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻകാർക്ക്, നോർമൽ സ്കിൻകാർക്കും, ഓയിലി സ്കിൻകാർക്കും, ആക്നെ പ്രോൺ സ്കിൻകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ് ഇത്. ഇത് ഇട്ടതിന് ശേഷം രാത്രി ഡബിൾ ക്ലെൻസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇനി എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ലിപ് ബാം. SPF ഉള്ള ലിപ് ബാമാണ്, SPF 50 PA+. ഇത് വിഷ് കെയറിന്റെ ടിൻറ്റഡ് ലിപ് ബാമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു ലിപ് ബാമാണ് ഇത്. SPF ഉള്ളതിൽ നൈറ്റിൽ ഞാൻ ലിപ് ബാം മാറ്റാറുണ്ട്. ഇപ്പൊ ഞാൻ എന്തായാലും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ടിൻറ്റ് കണ്ടില്ലേ, നമുക്ക് ചെറിയ ടിന്നും തരും. ഈ ഒരു ലുക്കിൽ നമുക്ക് വേണമെങ്കിലും ഇത്രയും ചെയ്ത് കഴിയുമ്പം എനിക്ക് മെയിൻ ആയിട്ട് എന്റെ മേക്കപ്പ് വരെ ലിറ്ററലി പറയുന്നത് മോർണിംഗ് പ്ലസ് മേക്കപ്പ് റുട്ടീനാണ്. ഞാൻ ആ സൺസ്ക്രീനും ഈ ഒരു ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോകാൻ റെഡി ആയിട്ടുള്ളൊരു ആളാണ്. കാരണം ഇങ്ങനെ തന്നെയാണ് ഞാൻ നോർമലി ഇപ്പൊ എന്നെ കണ്ട് എന്റെ ഫ്രണ്ട്സ് ഫാമിലി അറിയാം, പുറത്ത് കണ്ടിട്ട് ഞാൻ ഈ ഒരു ലുക്കിൽ തന്നെയായിരിക്കും എന്നെ കാണാറ് നിങ്ങൾ. ചിലപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടും, അത് പോണ സ്ഥലം ഡിപ്പെൻഡ് ചെയ്ത്. എന്നാലും കൂടുതൽ ഞാൻ ഇടാറില്ല. ഈ ഒരു ലിപ് ബാം കിട്ടിയതിന് ശേഷം അധികം ഞാൻ ലിപ്സ്റ്റിക്കും ഇടാറില്ല. അപ്പൊ ഇതാണ് ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എൻ്റെ. എപ്പോഴും ശ്രദ്ധിക്കുക, എന്റെ സ്കിൻ ടൈമും എന്റെ സ്കിൻ കൺസേണും വെച്ചിട്ടാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. ഇത് എനിക്ക് ഇതുവരെ അലർജി ഒന്നും തന്നില്ല, പക്ഷെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് അത് വ്യത്യാസം ഉണ്ടാവും. സോ ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും അലർജിക് ടെസ്റ്റ് നടത്തുക, അതൊരു പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് വേണം സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്യാൻ. അത് ഞാൻ ഡെഫിനറ്റ്ലി ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കണ്ടുവയ്ക്കാൻ. നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇതായിരുന്നു എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. കുറച്ച് ഹെവി ആയിട്ട് എല്ലാവർക്കും ഫീൽ ആവാൻ ചാൻസ് ഉണ്ട്. അത് മീൻസ് ഒരു സ്കിൻ കെയർ ചെയ്യാത്ത ഒരാൾക്കാർക്ക് ഇത് ഹെവി ആയിട്ട് ഡെഫിനറ്റ്ലി തോന്നും. പക്ഷെ എനിക്കിത് ഓക്കെയാണ്. ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ എനിക്ക് ഹെവിനെസ്സോ ബ്രേക്ക്ഔട്ട്സോ ഒന്നും തരാറില്ല. അത്യാവശ്യം റിസൾട്ട് നല്ല രീതിയിൽ തരുന്നുണ്ട്. ഞാൻ ഇതാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് നമ്മൾ ഓൾറെഡി എങ്ങനെ ചെയ്യണം എന്ന് അതിന് റെക്കമെൻഡേഷൻസ് ഒക്കെ വെച്ചിട്ട് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ, കമന്റ് ബോക്സിൽ ഞാൻ ആൻസർ തന്നില്ലെങ്കിൽ ട്യൂസ്ഡേയുടെ Q&A സെക്ഷനിലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഇടാറുണ്ട്, അതും കണ്ടു നോക്കുക. വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ടല്ല, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിൽ വരുന്ന വിത്ത് ലക്ഷ്മി സനിയ.